അക്രമ വാർത്തയാണ്. പാലക്കാട് കോട്ടായിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ തല്ലി തകർത്തു. കോട്ടായി സ്വദേശിയായി മൻസൂറിന്റെ വാഹനങ്ങളാണ് അക്രമികൾ നശിപ്പിച്ചത്. കാറും ബൈക്കും ടിപ്പറും ഉൾപ്പെടെ 8 വാഹനങ്ങളാണ് തകർക്കപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഈ സംഭവം. ഗൂഗിൾ തന്നെ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഗൂഗിൾ, ഇത് എന്താണ്, എന്തിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്? അതായത് മൻസൂർ പറയുന്നത് അയൽവാക്കവുമായുള്ള തർക്കത്തെ തുടർന്നാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. അങ്ങനെ അയൽവാസിയായിട്ടുള്ള ഒരാൾ ആണ്, അയാളുടെ കുറച്ച് ആളുകൾ ചേർന്നാണ് ഈ അക്രമം നടത്തിയതെന്നാണ്. വീട് കയറി വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തല്ലി നശിപ്പിക്കുകയായിരുന്നു. ഏകദേശം ഒരു 7-അടുത്ത് വാഹനങ്ങൾ, ബൈക്കും കാറും അടക്കം വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നശിപ്പിക്കുന്ന ഒരു സ്ഥിതി വന്നു. ഏതായാലും പരാതിയിൽ കോട്ടായി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം നടത്തി വരികയാണ്. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. വീടിന്റെ മുന്നിൽ വരികയും വളരെ ഭീകരാന്തരീക്ഷം ഉണ്ടായെന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. അങ്ങനെ ഡോറടക്കം തകർക്കാൻ ശ്രമിച്ചു, പക്ഷേ അതുണ്ടായില്ല. അതിനുശേഷം അക്രമികൾ പോയി പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്ന് സ്ഥലം പരിശോധിച്ചിട്ടുണ്ട്, മറ്റു നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അന്വേഷണം നടന്നു വരികയാണ്. ഇവർ പറയുന്ന പോലെ അയൽവാസിയുടെ അദ്ദേഹമായിട്ടുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായത്, അതോ മറ്റാരെങ്കിലുമാണ് ഈ അക്രമം നടത്തിയത് എന്നുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ്. എന്താണ്, ഒരു വീട്ടിൽ കയറി അവിടുത്തെ 8 വാഹനങ്ങൾ തല്ലി തകർക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് ആ കുടുംബത്തിനുണ്ടാകുന്നത്? എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ്? എന്തായാലും അവരുന്നയിക്കുന്ന സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ച നടപടികൾ എടുക്കട്ടെ. ഗൂഗിൾ VS ആണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ വീണ്ടും MTയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് പോവുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതിയിൽ നേരിയൊരു പുരോഗതി എന്ന ഒരു ശുഭകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. MTയുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്.